മേനോൻ മുഖ്യമന്ത്രി തനിക്കുണം പുറത്തെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നല്ലേ, ഇന്ധനവില വർധനവ് സംസ്ഥാനത്ത് ദൈനംദിനം കുതിച്ചുയരുകയാണ്. നികുതി ഭാരവും ഈ വിലക്കയറ്റവും ഈ നാട്ടിലെ സാധാരണക്കാരുടെ നടു ഒടിക്കുന്നുണ്ട്. അതോടൊപ്പം ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില വർധനവിനെ ഇത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. വില കുതിച്ചുയരുകയാണ്. ആ സന്ദർഭത്തിൽ കേരളത്തിൽ ജനങ്ങളുടെ വികാരമറിഞ്ഞ് പ്രവർത്തിച്ചിരുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. ഇന്ധനവില വർധനവ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ജനകീയമായിട്ടുള്ള ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യമെന്ന് അന്ന് ഉപദേശിച്ചൊരു കാലം. ആ കാലം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകില്ല. കാര്യം മലയാളികൾക്ക് മറവി വളരെ കൂടുതലാണ്. അന്ന് വിലവർധന ഉണ്ടാകുമ്പോൾ ജനപക്ഷത്ത് നിൽക്കുന്ന സർക്കാരാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പിണറായിക്ക് ഉപദേശം കൊടുത്ത പ്രതിപക്ഷ നേതാവിനെ നിങ്ങളൊന്ന് ഓർത്തെടുത്തേ. ഈ പെട്രോളിന്റെ, ഡീസലിന്റെ, പാചകവാതകത്തിന്റെ വില വർദ്ധിക്കുന്നത് രൂക്ഷമായ വിലക്കയറ്റത്തിന് കാരണമായിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നത് എല്ലാ സാധനങ്ങളുടെയും വില കൂടുക. അധികമായി കിട്ടുന്ന വരുമാനം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാണ്. ഓരോ പ്രാവശ്യവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുമ്പോൾ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ നികുതി വരുമാനം അതനുസരിച്ച് ഉയരുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയും അതിന്മേലുള്ള എക്സൈസ് നികുതിയും അതിന്മേലുള്ള സെസ്സും എല്ലാം ഒരുമിച്ച് ചേർത്തിട്ടാണ് അതിന്മേൽ കേരളത്തിന്റെ നികുതി വർദ്ധിക്കുന്നത്. ഓരോ പ്രാവശ്യവും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ വരുമാനം ഉണ്ടാവുകയാണ്. കേന്ദ്രം വർദ്ധിപ്പിച്ചപ്പോൾ ഉണ്ടായ അധിക വരുമാനം സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. സംസ്ഥാന സർക്കാരുകൾ അവരുടെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധിക വരുമാനമായി കിട്ടുന്ന നികുതി കുറയ്ക്കാതെ ഈ കാര്യത്തിൽ നമുക്ക് സാധാരണക്കാർക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇത് നികുതി ഭീകരതയാണ്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ചേർന്നുകൊണ്ടാണ് കേരളത്തിൽ ഈ നികുതി ഭീകരത നടപ്പാക്കുന്നത്. ഇത് ടാക്സ് ടെററിസമാണ്. നികുതി ആളുകളെ ചൂഷണം ചെയ്യുകയാണ്. സത്യത്തിൽ അവിടെ നികുതി വർദ്ധിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് കേരളത്തിലാണ്. ഇവിടെയും നികുതി വർദ്ധിക്കുകയാണ്. അപ്പൊ സംസ്ഥാനങ്ങൾ കൂടി കുറച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിലെ നികുതി കൂടി സംസ്ഥാന ഗവൺമെന്റ് കൂടി വെച്ചിട്ട് ഇവിടെയും കുറയ്ക്കണം. കേന്ദ്രം വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായി കിട്ടുന്ന അധിക വരുമാനം, ആ അധിക വരുമാനത്തിലെ ഒരു തുക എടുത്തുകൊണ്ട് ഇവിടെ ഫ്യൂവൽ സബ്സിഡിയായി സാധാരണക്കാരെ സഹായിക്കണം. ഈ നികുതി വരുമാനം കൊണ്ട് ഉണ്ടായിരിക്കുന്ന അധിക വരുമാനം അതിലൊരു തുക ഫ്യൂവൽ സബ്സിഡിയായി കൊടുത്തോ അല്ലെങ്കിൽ അത് കുറച്ച് എല്ലാവർക്കും കൊടുക്കും. പക്ഷെ കുറയ്ക്കണം എന്നുള്ള നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ അധിക വരുമാനത്തിൽ നിന്ന് ഒരു തുക ഇളവ് കൊടുക്കണം, അല്ലെങ്കിൽ ഫ്യൂവൽ സബ്സിഡി കൊടുക്കണം. സംസ്ഥാനം ഗണ്യമായി കുറയ്ക്കണം. കാരണം കേരളം എന്ന് പറയുന്നത് കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. കേരളത്തിലേക്കുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അടക്കം മുഴുവൻ സാധനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. 90% സാധനങ്ങൾ. ഇതിനെല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിന്റെ വില കൂടി. ഇന്ത്യയിലെ ധാരാളം സംസ്ഥാനങ്ങൾ അവരുടെ സംസ്ഥാന നികുതി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് കുറച്ചിട്ടും ഒരു കാരണവശാലും കേരളത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി കുറയ്ക്കില്ല എന്ന് ഉറച്ച വാശിയോടുകൂടിയ നിലപാടാണ് കേരള സർക്കാർ എടുത്തിരിക്കുന്നത്. നികുതി ഭീകരതയ്ക്കെതിരായിട്ടാണ് ഞങ്ങളുടെ ഈ പോരാട്ടം. കാരണം വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനാണ്. സാധാരണക്കാരന്റെ ജീവിതം മുഴുവൻ ദുസ്സഹപൂർണ്ണമാക്കി മാറ്റിയിരിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കേരള സർക്കാർ കുറയ്ക്കണം. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചിട്ടുണ്ട്. അപ്പോൾ കേരളം കൂടി വില കുറയ്ക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി കുറയ്ക്കാൻ കേരള സർക്കാർ തയ്യാറാകുന്നില്ല. സംസ്ഥാന സർക്കാരാകട്ടെ ഈ ഓരോ പ്രാവശ്യവും കേന്ദ്രം വില കൂട്ടുമ്പോൾ രഹസ്യമായി ആനന്ദിക്കുന്നവരാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ വരുമാനം അതനുസരിച്ച് വർദ്ധിക്കുകയാണ്. കുറച്ച് ഫ്യൂവൽ സബ്സിഡി കൊടുക്കേണ്ട കിട്ടുന്ന വർദ്ധിച്ചു വരുന്ന വരുമാനത്തിന്റെ ഒരു നിശ്ചിത വിഹിതം മാറ്റിവെച്ച് സംസ്ഥാന സർക്കാർ ഫ്യൂവൽ സബ്സിഡി കൊടുക്കാൻ കണ്ടല്ലോ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്. ജനങ്ങളുടെ മേൽ നികുതി അടിച്ചേൽപ്പിക്കാതെ അധിക നികുതി വേണ്ടെന്ന് വെക്കണം. അതാണ് ഹീറോയിസം. അത് ചെയ്യാതെ പിണറായി നികുതിക്കൊള്ള നടത്തുകയാണ് എന്ന് ആരാണ് പറഞ്ഞത്? ഇതേ വി ഡി സതീശൻ തന്നെയാണല്ലോ അല്ലേ. ഇപ്പോ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കേരളത്തിൽ പെട്രോൾ വില വർധനവ് ഏകദേശം 8 രൂപ കൂടി. ആലോചിക്കുക, 8 രൂപ പെട്രോളിനും ഡീസലിനുമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞു. ആ വർദ്ധിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇന്നലകളിലെ ആ നന്മ നിറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. ആ മുഖ്യമന്ത്രിയോട് ഇന്നലകളിൽ പിണറായി വിജയനെ ഉപദേശിച്ച പ്രതിപക്ഷ നേതാവിന് ഓർമ്മയില്ലേ? ആ മനോഭാവം വെച്ചിട്ട് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചു. അത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ആണ് നമുക്ക് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ഞങ്ങൾ ധനകാര്യ വകുപ്പ് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. നികുതി വരുമാനം എത്രയാണ് ഉണ്ടാകുന്നത്, സാധാരണക്കാരന് എത്ര രൂപയാണ് അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കൂട്ടലിലും. പക്ഷേ ഇത് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കൃത്യമായ അതിനൊരു തീരുമാനം, അവസാന തീരുമാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളും തീരുമാനം എല്ലാ ദിവസവും ഇതുപോലെ ഓരോ ദിവസവും ചെയ്യുന്നത് കൊണ്ട് ചെയ്യേണ്ടി വരും. അത് ഞങ്ങളുടെ പരിശോധനയിലാണ് തീർച്ചയായിട്ടും. കേട്ടല്ലോ, അത് ദൈനംദിനം കൂടെയല്ലേ. ഞാനിപ്പോൾ അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാനിത് സൂക്ഷ്മ നിരീക്ഷണത്തിൽ വയ്ക്കും.
എന്നിട്ട് വില എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കട്ടെ, അന്ന് നമുക്കിത് ആലോചിക്കാം. ഇങ്ങനെയാണോ പറഞ്ഞിരുന്നത്? വ്യക്തിയുടെ കൃത്രിമത്വവും കാപട്യവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഒരേ വ്യക്തി തന്നെ മൾട്ടിപ്പിൾ സ്വഭാവം കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് സാഹചര്യത്തിനനുസരിച്ച് ഗെയിം കളിക്കുന്ന സ്വഭാവം. ആ സ്വഭാവമാണ് നിങ്ങൾ കണ്ടത്. പെട്രോൾ വില ദൈനംദിനം കൂടുമ്പോൾ ഏകദേശം 8 രൂപ കൂടിയപ്പോൾ ഖജനാവിലേക്ക് വന്ന അധിക നികുതി മുഴുവൻ ജനങ്ങൾക്ക് കൊടുക്കാതെ എന്തിനാണ് ഇന്നലകളിൽ ഡയലോഗ് അടിച്ച ഈ മുഖ്യമന്ത്രി നികുതിക്കൊള്ള നടത്തുന്നത്? പൂമ്പാറ്റ തേൻ വലിച്ചെടുക്കുന്നത് പോലെ വേണം നികുതി വലിച്ചെടുക്കേണ്ടത് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നികുതി ഊറ്റിയെടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കരുതിയിരുന്നോ ഇങ്ങനെയാണെന്ന്? മേനോനായ ഞാൻ ചെയ്താൽ അത് കുഴപ്പമില്ല, പക്ഷേ കോരന്റെ മകൻ പിണറായി ചെയ്താൽ ഇതൊന്നും പറ്റില്ല, ഇതെല്ലാം ജനങ്ങളെ കൊള്ളയടിക്കുന്ന രീതി. എങ്ങനെയുണ്ട് ആ രാഷ്ട്രീയ ഗെയിമിംഗ് എന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്നതാണ്. എന്നിട്ട് തുടക്കത്തിൽ തന്നെ വിലയിരുത്താവുന്നതാണ് ഇയാൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണോ അല്ലയോ എന്ന്.